എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അമേരിക്കൻ ടീം ഇന്നലെ കാഴ്ചവെച്ച ആ വീറുറ്റ പോരാട്ടത്തെയും അവരുടെ തളരാത്ത പോരാട്ട വീര്യത്തെയും നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകുക. കാരണം ഇന്നലെ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്നത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നടക്കാതെ പോയ ഒരു അത്ഭുതമായിരുന്നു. പാകിസ്ഥാനെതിരെ വിജയത്തിന്റെ പടിവാതിൽക്കലെത്തിയിട്ടും അവസാന നിമിഷം അമേരിക്കയ്ക്ക് എവിടെയാണ് പിഴച്ചത്? മത്സരം തോറ്റയുടനെ മൈതാനത്ത് പൊട്ടിക്കരഞ്ഞ അമേരിക്കൻ ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേൽ കണ്ണീരോടെ പറഞ്ഞ ആ വാക്കുകൾ, അത് കേട്ടാൽ കല്ലിനു പോലും കാരുണ്യം തോന്നും. ഒപ്പം ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് വീർക്കും. എന്താണ് മൊനാങ്ക് പട്ടേൽ ആ വികാരനിർഭരമായ നിമിഷത്തിൽ പറഞ്ഞത്? എന്തിനാണ് അദ്ദേഹം ഭാരതത്തോട് പകരം വീട്ടാൻ അപേക്ഷിച്ചത്? ഈ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. 2026 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും ആവേശകരവും ഹൃദയമിടിപ്പ് കൂട്ടുന്നതുമായ ഒരു മഹാപോരാട്ടത്തിനാണ് ഇന്നലെ കൊളംബോയിലെ ചരിത്രപ്രസിദ്ധമായ സിംഹളീസ് സ്പോർട്സ് ക്ലബ് സാക്ഷ്യം വഹിച്ചത്. ഈ മത്സരം കേവലം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ളതായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ കൂടിയായിരുന്നു. കാരണം ഇന്നലത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ തോറ്റിരുന്നെങ്കിൽ ടീം ഇന്ത്യയുടെ സെമിഫൈനൽ യാത്ര പൂക്കക്കിടക്ക പോലെ എളുപ്പമാകുമായിരുന്നു. മത്സരത്തിന്റെ തുടക്കം തന്നെ ആവേശകരമായിരുന്നു. ടോസ് നേടിയ അമേരിക്കൻ ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേൽ ഒട്ടും മടിക്കാതെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ അമേരിക്കൻ ബൌളർമാർക്ക് മുന്നിൽ വിറയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സാഹിബ്സാദ ഫർഹാന്റെ 34 പന്തിലെ 73 റൺസിന്റെ ആ വെടിക്കെട്ട് ഇന്നിംഗ്സ് മാറ്റി നിർത്തിയാൽ ബാബർ അസമിനെയും ഷഹീൻ അഫ്രീദിയെയും പോലെയുള്ള വമ്പന്മാർക്ക് വെള്ളം കുടിക്കേണ്ടി വന്നു. ഓരോ റണ്ണിനും വേണ്ടി അവർ വിയർത്തു. 190 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം കൊളംബോയിലെ പിച്ചിൽ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ അമേരിക്കൻ ഓപ്പണർമാർ ബാറ്റ് വീശിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ വിചാരിച്ചത് ഇന്ന് ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമെന്നാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് കൊളംബോ സാക്ഷിയാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ക്രിക്കറ്റ് എന്നത് അനിശ്ചിതത്വങ്ങളുടെ കളിയാണല്ലോ. മധ്യനിരയുടെ തകർച്ചയോടെ അമേരിക്കയുടെ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു തുടങ്ങി. അമേരിക്കയും ഗാലറിയിലുള്ള ഇന്ത്യൻ ആരാധകരും ഉറ്റുനോക്കിയത് ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേലിലേക്കാണ്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുമെന്ന് കരുതി. പക്ഷേ വിധിയുടെ വിളയാട്ടം മറ്റൊന്നായിരുന്നു. വെറും 3 റൺസുമായി ഷതാബ് ഖാന്റെ പന്തിൽ ക്ലീൻ ബോൾഡായി അദ്ദേഹം മടങ്ങി. നിർണായകമായ ഈ ടൂർണമെന്റിൽ തുടർച്ചയായി 2ാം തവണയാണ് ക്യാപ്റ്റന്റെ ബാറ്റ് നിശബ്ദമാകുന്നത്. അവസാന ഓവറുകളിൽ മത്സരം അങ്ങേയറ്റം നാടകീയമായി. ജയിക്കാൻ വെറും 1-2 വലിയ ഷോട്ടുകൾ മാത്രം മതിയായിരുന്ന ആ നിർണായക ഘട്ടത്തിൽ ഭാഗ്യം പാകിസ്ഥാനെ തുണച്ചു. ബൗണ്ടറി ലൈനിലെ ചില അത്ഭുത ക്യാച്ചുകളും കൃത്യതയാർന്ന യോർക്കറുകളും കൊണ്ട് തോൽവി ഉറപ്പിച്ചു നിന്നിരുന്ന പാകിസ്ഥാൻ വിജയത്തിലേക്ക് തിരിച്ചുകയറി. ഒടുവിൽ വിജയത്തിന് തൊട്ടരികിൽ വെച്ച് അമേരിക്ക പരാജയം രുചിച്ചു. അതോടെ 2026 ലോകകപ്പിലെ അവരുടെ യാത്രയ്ക്കും ഏതാണ്ട് അന്ത്യമായി. എന്നാൽ യഥാർത്ഥ സംഭവം നടക്കുന്നത് അതിനുശേഷമാണ്. കളി തീർന്നെന്ന പ്രഖ്യാപനം വന്നതും കൊളംബോ സ്റ്റേഡിയം നിശബ്ദമായി. ആ നിശബ്ദതയിൽ നെഞ്ചു തകർക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു. അമേരിക്കൻ ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേൽ തോൽവിയുടെ ഭാരത്താൽ തളർന്ന് പിച്ചിന് നടുവിൽ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കൈപ്പിടിയിൽ ഒതുങ്ങിയ വിജയം മണൽത്തരി പോലെ ചോർന്നുപോയതിന്റെ വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. പ്രസന്റേഷൻ ചടങ്ങിൽ സംസാരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "സത്യം പറഞ്ഞാൽ എന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും ഏറ്റവും ഇരുണ്ട ദിനമാണിന്ന്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീം മുഴുവൻ ജീവൻ നൽകി പോരാടിയിട്ടും വിജയത്തിന് തൊട്ടരികിൽ വീണുപോകുന്നതിലും വലിയ വേദന മറ്റൊന്നില്ല. ഞാൻ ന്യായീകരണങ്ങൾ നിരത്തുന്നില്ല. ഫീൽഡിംഗിൽ ഞങ്ങൾ വരുത്തിയ പിഴവുകളും കൈവിട്ട ക്യാച്ചുകളും അവസാന ഓവറുകളിലെ ബൌളിംഗ് പിഴവുകളുമാണ് ഞങ്ങളെ തോൽപ്പിച്ചത്. പക്ഷേ അതിനേക്കാളെല്ലാം എന്നെ വേദനിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം പ്രകടനമാണ്. ടീമിന് എന്നെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ക്രീസിൽ നങ്കൂരമിട്ട് കളിക്കേണ്ട സമയത്ത് ഞാൻ പരാജയപ്പെട്ടു. ഒരു ലീഡർ എന്ന നിലയിൽ ഇതൊരു വലിയ തോൽവിയായി ഞാൻ കാണുന്നു. ഇതിൻ്റെ കുറ്റബോധം മരിക്കുന്നതുവരെ എന്നെ വേട്ടയാടും." എന്നാൽ സുഹൃത്തുക്കളെ, മൊനാങ്ക് പട്ടേൽ അവിടെ നിർത്തിയില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നത്. ക്യാമറയിലേക്ക് നോക്കി നിറകണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു, "ഇന്ന് ഞങ്ങൾ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതാണ്, പക്ഷേ വിധി ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട്. ഫെബ്രുവരി 15 വരാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വെറും ഒരു മത്സരമല്ല. എൻ്റെ സുഹൃത്തും ഇന്ത്യൻ ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. സൂര്യഭായ്, ഇന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങിയ ഈ മുറിവിനും ഈ തോൽവിക്കും നിങ്ങൾ പകരം ചോദിക്കണം. പാകിസ്ഥാൻ ഇന്ന് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ 15-ാം തീയതി ഇന്ത്യ അവരെ അവരുടെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുക്കും. എനിക്ക് ടീം ഇന്ത്യയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ പുറത്തായെങ്കിലും ഞങ്ങളുടെ പിന്തുണ ഇന്ത്യയ്ക്കൊപ്പമാണ്. ഇന്ത്യ ലോകകപ്പ് ഉയർത്തണം, നമ്മുടെ തിരങ്ക പാറി പറക്കണം." ഈ വാക്കുകൾ കേട്ടതും സ്റ്റേഡിയം ഇരമ്പുകയായിരുന്നു. അമേരിക്കയുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തികഞ്ഞ ഭാരതീയനായി ജീവിക്കുന്ന മൊനാങ്ക് പട്ടേലിന്റെ ഈ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും രക്തം തിളപ്പിച്ചു. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഇപ്പോൾ ട്രെൻഡിംഗ് ഈ വീഡിയോ മാത്രമാണ്.
ഇതോടെ ഫെബ്രുവരി 15 നടക്കാനിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം വെറുമൊരു മാച്ച് അല്ലാതെ മാറിയിരിക്കുന്നു. ഇതൊരു പ്രതികാരത്തിന്റെ യുദ്ധമാണ്. ഒരു ഇന്ത്യൻ വംശജനായ കളിക്കാരന്റെ കണ്ണീരിന് പാകിസ്ഥാനോട് കണക്ക് ചോദിക്കാനുള്ള അവസരം. ഇനി പറയൂ സുഹൃത്തുക്കളെ, നാളെ സൂര്യകുമാർ യാദവും സംഘവും മൊനാക് പട്ടേലിന്റെ ഈ കണ്ണീരിന് പാകിസ്ഥാനോട് പകരം വീട്ടുമോ? പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ ആ പക വീട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നാം പകരം വീട്ടുമെന്ന് ഉറക്കെ രേഖപ്പെടുത്തൂ. മൊനാക് പട്ടേലിന്റെ ഈ ആത്മാർത്ഥതയെയും അദ്ദേഹത്തിലെ ഇന്ത്യക്കാരനെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകകപ്പിലെ ഓരോ ചെറിയ ചലനങ്ങളും ഇതുപോലെ ചൂടോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.